ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ വൊളാറ്റിലിറ്റിക്ക് ശേഷം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. വൊളാറ്റിലിറ്റിക്ക് ശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡാണ് ഇന്നലത്തെ താരം. ഇന്നലെ ഗോൾഡ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $2,905 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. മോർണിംഗിൽ $2,890 പെർ ഔൺസ് വരെയാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ റാലി തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയൊരു ചർച്ചാ വിഷയം. അതോടൊപ്പം തന്നെ കോപ്പറും ഇന്നലെ നല്ല രീതിയിൽ റാലി ചെയ്തിരിക്കുകയാണ്. കോപ്പർ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറുന്നുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പൊതുവേ ഇന്നലെ കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രംപ് വീണ്ടും പല കാര്യങ്ങളും മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, US പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ പാഴ്സലുകളൊന്നും വാങ്ങരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പല മെഷേഴ്സിലും വലിയ ഡയലൂഷൻ വരാൻ സാധ്യതയെന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഒരു പക്ഷേ മാർക്കറ്റ് ഇനി ഒരു നോർമൽ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാനാണ് ചാൻസസ് കൂടുതൽ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട് ശനിയാഴ്ച. എക്സിറ്റ് പോളുകൾ പറയുന്നത് ഇപ്പോൾ ഡൽഹി ഭരിക്കുന്ന AAPക്ക് ഭരണം നഷ്ടപ്പെട്ടേക്കാമെന്നാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ന്യൂസ് വരുമ്പോൾ ചെറിയ വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പോസിറ്റീവ് ബയാസിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ഡൽഹിയുടെ ഭരണം കൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. പക്ഷേ ഇതൊക്കെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മിക്സഡ് തന്നെയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാം. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നാളെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ വരുന്നുണ്ട്. 0.25% നിരക്കിൽ റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഒരു ബുള്ളിഷ് ബയാസിന് ഫേവറബിൾ ആണ്. എന്നിരുന്നാലും ഗ്ലോബൽ വൊളാറ്റിലിറ്റി മാർക്കറ്റിലൊക്കെ ഉണ്ടായേക്കാം. എല്ലാ റൈസിലും എവരി റൈസിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പൊസിഷനിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. കാരണം നമ്മളൊരു ഷോർട്ട് ടു മീഡിയം ടൈമിൽ വീണ്ടും നല്ല വൊളാറ്റിലിറ്റിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. കോപ്പർ റിലേറ്റഡ് മെറ്റൽ സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് ലോൺ ഫിനാൻസ് കമ്പനികൾ നല്ല രീതിയിൽ ഒരു പക്ഷേ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.